ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളം. പിന്നെ ട്രിഗണോമെട്രിയുടെ പാർട്ട് 8 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് എ ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എത്രയാണ്, മിനിമം വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് തിയറി കാര്യങ്ങളൊന്നും നോക്കാം. ആദ്യം നമുക്ക് സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും കൊസീക്ക് സീക്ക് കോട്ട് ഇത്രയാണ് ഇതിന്റെ മാക്സിമം വാല്യൂ എത്ര, മിനിമം വാല്യൂ എത്ര എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള പണ്ട് സൈനിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്, മാക്സിമം വാല്യൂ 1 ആണ്. അതുപോലെ തന്നെയാണ് ഇത് കോസിന്റെ മിനിമം വാല്യൂ 1 ആണ്, മാക്സിമം മിനിമം വാല്യൂ -1 ആണ്, മാക്സിമം വാല്യൂ 1 ആണ്. അതായത് -1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും എപ്പോഴും എന്ത് സൈൻ തീറ്റയുടെ കോസ് തീറ്റയുടെ വാല്യൂ കിടക്കുന്നത്. ടാനക്സ് ആണെങ്കിലോ ടാനക്സിന് ഏത് വാല്യൂ വരാം, -∞ മുതൽ +∞ വരാം. കൊസീക്കിനോ -∞ മുതൽ +∞ വരാം, സീക്കിനും വരാം, അതുപോലെ തന്നെ കോട്ടിനും വരാം. ഓക്കെ, പക്ഷെ ഒരു എക്സെപ്ഷണൽ കേസിൽ എന്താ വെച്ചാൽ സീക്കിനും കൊസീക്കിനും എന്ത് പറ്റില്ല, -1ന്റെയും 1ന്റെയും ഇടയിലുള്ള ഒരു വാല്യൂ എന്ത് വരില്ല, സീക്ക് എക്സിനും കൊസീക്ക് എക്സിനും വരില്ല. -∞ മുതൽ +∞ വരെ വരാം, പക്ഷെ അതിന്റെ ഇടയിൽ -1ന്റെയും 1ന്റെയും ഇടയിലുള്ള വാല്യൂസ് എവിടെ വരില്ല, സീക്ക് എക്സിനും കൊസീക്ക് എക്സിനും വരില്ല. ഓക്കെ, കാരണം എന്താ, സൈനിന്റെ കോസിന്റെ റെസിപ്രോക്കലാണ് സീക്കും കോസും. അപ്പൊ സൈനിന്റെ മിനിമം മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1 1 ആണെങ്കിൽ സീക്കിന്റെ എന്ത് വരില്ല, അതിന്റെ ഇടയിൽ വരില്ല, ബാക്കി എല്ലാ വാല്യൂസും വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് തിയറി കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അതായത് നമ്മൾ ഈ ഒരു ഫോമിലാണെങ്കിൽ ഇതിന്റെ മാക്സിമം വാല്യൂ എന്താണ്, മിനിമം വാല്യൂ എന്താണെന്നാണ് ഇനി കാണാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ a sin square θ + b cos square θ എന്നുള്ള ഒരു ഫോമിലാണെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും. അത് രണ്ട് കണ്ടീഷനാണ്. അതായത് ഉദാഹരണത്തിന് ഇവിടെ a sin square θ b cos square θ, ഇതിൽ a ആണ് വലുതെങ്കിൽ മാക്സിമം വാല്യൂ എന്തായിരിക്കും, a ആയിരിക്കും, മിനിമം വാല്യൂ b ആയിരിക്കും. ഇനിയിപ്പോൾ b ആണ് വലുതെങ്കിൽ മാക്സിമം വാല്യൂ എന്തായിരിക്കും, b ആയിരിക്കും, മിനിമം വാല്യൂ a ആയിരിക്കും. അതായത് ഈ ഒരു ഫോമിൽ വരികയാണെങ്കിൽ a ആണ് വലുതെങ്കിൽ മാക്സിമം വാല്യൂ a, b ആണ് വലുതെങ്കിൽ മാക്സിമം വാല്യൂ b, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് എന്താ, a sec square θ + b tan square θ. ഈ ഒരു ഫോമിലാണെങ്കിൽ മാക്സിമം വാല്യൂ എന്തായിരിക്കും, ∞ ആയിരിക്കും, മിനിമം വാല്യൂ എന്തായിരിക്കും, a ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വെക്കുക. അതായത് മാക്സിമം വാല്യൂ ∞ ആയിരിക്കും, മിനിമം വാല്യൂ a ആയിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ഫോം എന്താണ്, a sin θ + b cos θ അല്ലെങ്കിൽ a sin θ - b cos θ. ഈ ഒരു ഫോമിലാണെങ്കിൽ മാക്സിമം ഓർ മിനിമം വാല്യൂ എങ്ങനെ വരിക, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ +√(a² + b²), മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -√(a² + b². ഇതൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഫോമിൽ വന്നാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നേരെ എടുത്തെഴുതിയാൽ മതി. ഇനി നാലാമത്തെ എന്താ, sin⁻²n θ + cos⁻²m θ. ഈ ഒരു ഫോമിലാണെങ്കിൽ മാക്സിമം വാല്യൂ 1 ആയിരിക്കും, മിനിമം വാല്യൂ എന്തായിരിക്കും, മിനിമം വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ തീറ്റക്ക് 45 ഡിഗ്രി എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്താണ് വാല്യൂ കിട്ടുന്നത്, അതായിരിക്കും അതിന്റെ മിനിമം വാല്യൂ. പക്ഷെ മാക്സിമം വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഏത്, sin⁻²n θ + cos⁻²m θ. ഇനി അടുത്ത ഫോം എന്താ, sin⁻n θ × cos⁻n θ. ഇങ്ങനെ ഒരു ഫോമിലാണെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും, 1/2n ആയിരിക്കും. മിനിമം വാല്യൂ എന്തായിരിക്കും, മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ n ഈവൻ ആണെങ്കിൽ മിനിമം വാല്യൂ 0 ആയിരിക്കും, n ഓഡ് ആണെങ്കിൽ മിനിമം വാല്യൂ എന്തായിരിക്കും, -1/2n. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ n ഈവൻ ആണെങ്കിൽ എന്തായിരിക്കും, ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാം പോസിറ്റീവ് വാല്യൂ മാറും. അപ്പൊ മിനിമം വരാനുള്ള സാധ്യത എന്താണ്, 0 ആണ്. ഓക്കെ, കാരണം 0ന് താഴെ ഒരു നമ്പർ വരില്ല, കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവുള്ളൂ. അപ്പൊ ഈവൻ പവറിൽ ഈവൻ നമ്പർ ആണെങ്കിൽ എന്തായാലും എന്തായിരിക്കും, പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ വീണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ ഏത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ ആവും. അപ്പൊ മിനിമം വരാൻ സാധ്യത ഉള്ളത് n ഈവൻ ആണെങ്കിൽ 0, n ഓഡ് ആണെങ്കിൽ -1/2n. മാക്സിമം പിന്നെ നോക്കണ്ട, n ഈവൻ ഓഡ് എന്തും ആയിക്കോട്ടെ 1/2n ആയിരിക്കും. ഇനി അടുത്ത ഫോം എന്താണ്, a tan square θ + b cot square θ എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ ∞ ആയിരിക്കും, മിനിമം വാല്യൂ എന്തായിരിക്കും, 2√ab ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഫോം എന്താ, a sin square θ + b cosec square θ അല്ലെങ്കിൽ a cos square θ + b sec square θ. ഈ രണ്ട് ഫോമിൽ ഏതെങ്കിലും ഒരു ഫോം ആണെങ്കിൽ മിനിമം വാല്യൂ എന്തായിരിക്കും, അതായത് കണ്ടീഷൻ നോക്കുക, a < b ആണെങ്കിൽ മിനിമം വാല്യൂ എന്തായിരിക്കും, a + b ആയിരിക്കും. ഇനി അതല്ല b < a ആണെങ്കിൽ മിനിമം വാല്യൂ എന്തായിരിക്കും, 2√ab ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇനി a = b ആണെങ്കിൽ എന്തായിരിക്കും, a = b ആണെങ്കിൽ പറയാനൊന്നുമില്ല, രണ്ടിൽ ഇട്ട് കൊടുക്കുക. a = b കൊടുക്കുകയാണെങ്കിൽ എന്താണ്, a + a എന്ത് കിട്ടും, 2a കിട്ടും. ഇനി ഇവിടെയും കൊടുക്കുകയാണെങ്കിലോ 2√a² എന്താണ്, 2a. അതായത് a b ഈക്വൽ ആണെങ്കിൽ രണ്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ സെയിം സാധനം തന്നെ കിട്ടുന്നത്, 2a. അപ്പൊ ഇങ്ങനെ ആയിരിക്കും, a < b ആണെങ്കിൽ മിനിമം എന്തായിരിക്കും, a + b ആയിരിക്കും. b < a ആണെങ്കിൽ മിനിമം വാല്യൂ 2√ab ആയിരിക്കും. ഇനി അടുത്ത എന്താ, a sec square θ + b cosec square θ. ഈ ഫോമിലാണെങ്കിൽ എന്താ, മാക്സിമം വാല്യൂ
ഇൻഫിനിറ്റി ആയിരിക്കും. മിനിമം വാല്യൂ എന്താ? റൂട്ട് ഓഫ് എ പ്ലസ് റൂട്ട് ഓഫ് ബി ഹോൾ സ്ക്വയർ. ഓക്കെ ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്ര നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ഫോമിലാണെങ്കിൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇതിൽ നിന്ന് എടുത്തെഴുതുക മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ. ഇനി ഈ ഒരു ഫോമിലല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫോമിലേക്ക് മാറ്റി എഴുതുക. അതായത് ഈ ഒരു ഫോമിലേക്ക് മാറ്റി ഏതെങ്കിലും ഒരു 8 ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു 8 ഫോമിൽ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? അതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഈ തന്നിട്ടുള്ളത് കാണാൻ പഠിച്ചിട്ട് അതുപോലെ ചെയ്യാം. ഇത് കാണാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണ്? നിങ്ങൾ പിന്നെ ആ സമയത്ത് ഇത് ചെയ്ത് ഉണ്ടാക്കി പോകേണ്ടി വരും. ആ സമയത്ത് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് നേരത്തെ ഓൾറെഡി പഠിച്ചു വെക്കുക. എന്നിട്ട് ഈ ഒരു ഫോമിലേക്ക് എല്ലാത്തിനെയും മാറ്റാം. അപ്പോൾ നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ മിനിമം വാല്യൂ ഓഫ് 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 3 കോസ് സ്ക്വയർ തീറ്റ. ഇതിന്റെ മിനിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഒരു കണ്ടീഷൻ പഠിച്ചത് എന്താണ്? എ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി കോസ് സ്ക്വയർ തീറ്റ. ഈ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ മാക്സിമം വാല്യൂ എന്താ? എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ മാക്സിമം എ മിനിമം ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിലോ മാക്സിമം ബി ആയിരിക്കും, മിനിമം എ ആയിരിക്കും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ഏതാ വലുത്? ഇവിടെ 2 3 ആണുള്ളത് എയുടെയും ബിയുടെ സ്ഥാനത്ത്. അപ്പൊ വലുത് ഏതാണ്? വലുത് 3 ആണ്. അപ്പൊ നമുക്കിവിടെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചതെങ്കിൽ ആൻസർ 3 ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ മിനിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ ഏതായിരിക്കും? ആൻസർ 2 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അതായത് എന്താണ് ഈ കണ്ടീഷൻ വെച്ചിട്ട് അതുപോലെ ഡയറക്റ്റ് എഴുതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ? ദ മാക്സിമം വാല്യൂ ഓഫ് സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ. ഓക്കെ, അപ്പൊ ഇത് ഏത് കണ്ടീഷനാണ്? നമ്മൾ പഠിച്ചൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? സൈൻ റേസ് ടു 2m തീറ്റ പ്ലസ് കോസ് റേസ് ടു 2n തീറ്റ. ഈ ഫോമിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാക്സിമം വാല്യൂ എന്തായിരിക്കും? മാക്സിമം വാല്യൂ 1 ആയിരിക്കും. മിനിമം വാല്യൂ എപ്പോഴായിരിക്കും? തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും എന്ത്? മിനിമം വാല്യൂ. അപ്പൊ ഈ സൈൻ റേസ് ടു 2m തീറ്റ പ്ലസ് കോസ് റേസ് ടു 2n തീറ്റ ഈ ഫോമിലാണ് എന്ത്? സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ എന്ന് നടക്കുന്നത്. അപ്പൊ ഇവിടെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചത്. മാക്സിമം വാല്യൂ എന്താ? ഡയറക്റ്റ് 1 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ മാക്സിമം വാല്യൂ ഓഫ് 2 sin theta plus 3 cos theta is. ഇതെങ്ങനെയാ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഫോം എന്താ? എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ പ്ലസ് അല്ല പ്ലസ് ഓർ മൈനസ്, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ മാക്സിമം വാല്യൂ എന്താ? മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇങ്ങനെ നമ്മൾ പഠിച്ചത്. മാക്സിമം വാല്യൂ പ്ലസ് വരും, മിനിമം വാല്യൂ മൈനസ് വരും. അപ്പോൾ നമുക്കിവിടെ എന്താണ്? മാക്സിമം വാല്യൂ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 2 ആണ്, ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരണം? പ്ലസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. എത്രയാണ്? 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പറഞ്ഞാൽ 4 പ്ലസ് 9. എത്രയാണ്? റൂട്ട് 13. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ മിനിമം വാല്യൂ ഓഫ് 4 tan സ്ക്വയർ തീറ്റ പ്ലസ് 9 cot സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി കോട്ട് സ്ക്വയർ തീറ്റ. ഈ ഫോമിലാണെങ്കിൽ എന്താ? മാക്സിമം വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും, മിനിമം വാല്യൂ എന്താ? 2 റൂട്ട് എ ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് ഈ ഫോമിൽ എഴുതിയാൽ മതി. ഇവിടെ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 4 ആണ്, ബി എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് മിനിമം വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ മിനിമം വാല്യൂ 2 റൂട്ട് എ ബി, 2 റൂട്ട് ഓഫ് എ ബി, അതായത് എ എന്ന് പറഞ്ഞാൽ 4, ബി എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ എത്ര കിട്ടും? 9 into 4 എന്ന് പറഞ്ഞാൽ 36, 36ന്റെ റൂട്ട് പറഞ്ഞാൽ 6. അപ്പോൾ 6 into 2 എന്ന് പറഞ്ഞാൽ കിട്ടും 12 കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ മിനിമം വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സീക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ്. അപ്പോൾ ഈ ഒരു ഫോം നമ്മൾ എന്തില്ല, നമ്മൾ നേരത്തെ ഡയറക്റ്റ് പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിച്ച ആ ഫോമിൽ ഇല്ലെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ ഫോമിലേക്ക് എത്തിക്കണം. എങ്ങനെ എത്തിക്കുക? നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് എന്താണ്? ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്തായി മാറി? 1 ആയി മാറി. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ ഉണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു 1 എക്സ്ട്രാ കൊടുത്തു, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എഴുതി. അതുപോലെ തന്നെ എന്തുണ്ട്?
ഒരു കോട്ട് സ്ക്വയർ തീറ്റ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 1 കൊടുത്തു, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. ഇനി ബാക്കി എന്താണുള്ളത്? സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് കോസീക്ക് സ്ക്വയർ തീറ്റ. അതുപോലെ തന്നെ നമ്മളോട് എക്സ്ട്രാ ഒരു 1 അങ്ങനെ 2 1 കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആ 2 കുറക്കുമാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സീക്ക് സ്ക്വയർ തീറ്റ ആണ് അല്ലേ? കാരണം സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. അതുപോലെ തന്നെ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസീക്ക് സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി? സീക്ക് സ്ക്വയർ തീറ്റ ഇവിടെ ഉണ്ട്, ഇവിടെ സീക്ക് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും? 2 സീക്ക് സ്ക്വയർ തീറ്റ. അടുത്തതോ കോസീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് കോസീക്ക് സ്ക്വയർ തീറ്റ എത്രയാണ്? 2 കോസീക്ക് സ്ക്വയർ തീറ്റ. ഇനി എന്താണ്? ഒരു -2 പ്ലസ് 1 എത്രയാണ്? -1. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ്? ഇവിടെ -1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ്? ഈ ഒരു 2 സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസീക്ക് സ്ക്വയർ തീറ്റ, ഈ വാല്യൂവിന്റെ ചേഞ്ചിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? വാല്യൂ മാറുക. ഈ വാല്യൂ മിനിമം ആയിരിക്കും എന്ത്? ടോട്ടൽ മിനിമം. ഈ വാല്യൂ മാക്സിമം ആയിരിക്കും എന്ത്? മാക്സിമം വാല്യൂ വരും. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ട് എന്താണ്? എ സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് ബി കോസീക്ക് സ്ക്വയർ തീറ്റ, ഇതിന്റെ മാക്സിമം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? മാക്സിമം ഇൻഫിനിറ്റി ആണ്. അതുപോലെ തന്നെ മിനിമം എന്താണ്? മിനിമം എന്ന് പറഞ്ഞാൽ √A പ്ലസ് √B ഹോൾ സ്ക്വയർ. ഇതാണത് മിനിമം വാല്യൂ. നമുക്ക് എന്താ വേണ്ടത്? മിനിമം വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ മിനിമം വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ 2 സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസീക്ക് സ്ക്വയർ തീറ്റന്റെ മിനിമം വാല്യൂ കണ്ടിട്ട് അത് എന്ത് ചെയ്താൽ മതി? ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ 2 സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസീക്ക് സ്ക്വയർ തീറ്റ, അതിന്റെ മിനിമം ആണ് എന്ത് ചെയ്താൽ മതി? √A പ്ലസ് √B ഹോൾ സ്ക്വയർ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 2 വരും, B എന്ന് പറഞ്ഞാൽ അതും 2 വരും. അപ്പോൾ ഇതിന്റെ മിനിമം വാല്യൂ എന്താ? √A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 പ്ലസ് √2 ഹോൾ സ്ക്വയർ. എത്ര കിട്ടും? √2 പ്ലസ് √2 എന്ന് പറഞ്ഞാൽ 2√2. 2√2ന്റെ സ്ക്വയർ എത്രയാണ്? 2√2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ 4, 4 × 2 എന്ന് പറഞ്ഞാൽ 8 കിട്ടും. അപ്പൊ ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ഈ ടോട്ടലിന്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? 8 - 1 ഉണ്ട്. അപ്പൊ 8 - 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആൻസർ 7 വരും മിനിമം വാല്യൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്താണ്? നമ്മൾ പഠിച്ച ടേം ഇല്ലെങ്കിൽ ആ ടേമിലേക്ക് എത്തിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് 8 പ്ലസ് സീക്ക് സ്ക്വയർ തീറ്റ. ഇതിന്റെ മിനിമം വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്താണ്? ഇവിടെ 8 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന്റെ മിനിമം വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സീക്ക് സ്ക്വയർ തീറ്റന്റെ മിനിമം വാല്യൂ കാണണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? സീക്ക് തീറ്റന്റെ വാല്യൂസ് എവിടേക്ക് വരും? -∞ മുതൽ +∞ വരെ വരും. പക്ഷെ എന്ത് വരില്ല? -1ന്റെ 1ന്റെ ഇടയിൽ ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്യില്ല? ഉണ്ടാവില്ല. ബാക്കി എല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം ഇവിടെ സീക്ക് സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ സീക്ക് സ്ക്വയർ ആയതുകൊണ്ട് എന്താണ്? സ്ക്വയർ നമുക്കറിയാം ഏത് നെഗറ്റീവ് വാല്യൂന്റെയും അല്ലെങ്കിൽ ഏത് പോസിറ്റീവ് വാല്യൂന്റെയും സ്ക്വയർ എടുത്ത് എന്താണ്? അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ എന്ത് വരില്ല? അപ്പൊ ആൻസർ ഈ നെഗറ്റീവ് വരില്ല, പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് വാല്യൂസ് ആണ് വരിക. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ട് വേറെ കാര്യം എന്താണ്? -1 മുതൽ 1 വരെ എന്ത് വരില്ല? സീക്കിന്റെ വാല്യൂ വരില്ല. അപ്പൊ ഇവിടെ -1 മുതൽ 1. അപ്പൊ നമ്മൾ എന്ത് ഉറപ്പിച്ചു? സ്ക്വയർ ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുള്ളൂ, നെഗറ്റീവ് വാല്യൂ വരില്ല. അപ്പൊ എന്താണ്? ഈ 0 മുതൽ 1 വരെയുള്ള വാല്യൂ അത് ഓൾറെഡി എന്തായാലും വരില്ല എന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാം. കാരണം -1ന്റെയും 1ന്റെ ഇടയിൽ എന്ത് വരില്ല? സീക്കിന്റെ വാല്യൂ വരില്ല. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരില്ല? 0ന്റെയും 1ന്റെ ഇടയിലുള്ള വാല്യൂ വരില്ല. അപ്പോൾ മിനിമം, അതായത് സീക്ക് സ്ക്വയർ തീറ്റക്ക് വരാൻ പറ്റുന്ന മിനിമം വാല്യൂ എത്രയാണ്? അതായത് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരാൻ പാടുള്ളൂ. അതിൽ എന്തും പറ്റില്ല, 0 1ന്റെ ഇടയിലുള്ള വാല്യൂസും വരാൻ പറ്റില്ല. അപ്പം വരാൻ പറ്റുന്ന മിനിമം വാല്യൂ ഏതാണ്? മിനിമം വാല്യൂ സീക്കിന്റെ 1 ആണ്. അപ്പൊ എന്താണ്? 8 + 1 എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് 27 sin θ ഇൻറ്റു 81 cos θ. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ള ഒരു ഫോമിലുള്ള വാല്യൂ അല്ല ഇത്. അപ്പൊ നമ്മൾ അതിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യാം? 27 നമ്മൾ എഴുതാം 3 എഴുതാം. അപ്പൊ 27 sin θ എന്നുള്ള എന്തായി മാറി? 3 sin θ ആയി മാറി. ഇൻറ്റു 81 എന്ത് ചെയ്യാം? 3 cos θ ആയി മാറി. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 sin θ പ്ലസ് 4 cos θ എഴുതാം. കാരണം നമുക്കറിയാം a raised to m into a raised to n എന്ന് പറഞ്ഞാൽ എന്താ? a raised to m plus n. ആ ഒരു ഫോമിൽ എഴുതിയത് 3 sin θ പ്ലസ് 4 cos θ എന്നുള്ള ഫോമിൽ എഴുതി. അപ്പൊ നമുക്ക് ഇത് മുകളിൽ നോക്കിയാൽ നമുക്കറിയാം എന്താണ്? 3 sin θ പ്ലസ് 4 cos θ എന്ന് പറഞ്ഞ ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കാണാം. അപ്പൊ നമുക്കറിയാം ഈ 3 sin θ പ്ലസ് 4 cos θ
മാക്സിമം വാല്യൂ എപ്പോഴാവുക ഈ 3 സൈൻ തീറ്റ പ്ലസ് 4 കോസ് തീറ്റ മാക്സിമം വാല്യൂ ആകുമ്പോഴാണ് എന്ത് ചെയ്യാം ഇതിന്റെ മാക്സിമം വാല്യൂ വരിക. അപ്പോൾ 3 സൈൻ തീറ്റ പ്ലസ് 4 കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് എ സൈൻ തീറ്റ പ്ലസ് ഓർ മൈനസ് ബി കോസ് തീറ്റ. ഞാനിതെല്ലാം ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് പ്ലസ് ഓർ മൈനസ് ബി കോസ് തീറ്റ അതിന്റെ മാക്സിമം നെഗറ്റീവ് അല്ലെങ്കിൽ മാക്സിമം ഓർ മിനിമം വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അത് മാക്സിമം ആണെങ്കിൽ പ്ലസ് വരും, മിനിമം ആണെങ്കിൽ മൈനസ് വരും. നമുക്കിവിടെ എന്താ വേണ്ടത് മാക്സിമം ആണ് വേണ്ടത്. അപ്പോൾ എന്താണ് പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എന്താണ് 3 വരും, ബി എന്താണ് 4 വരും. അപ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. എത്ര കിട്ടും 9 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ ഈ 3 സൈൻ തീറ്റ പ്ലസ് 4 കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ എന്താണ് 5 ആണ്. അപ്പോൾ നമ്മുടെ ഈ ആൻസറിന്റെ മൊത്തത്തിലുള്ള മാക്സിമം വാല്യൂ എന്തായിരിക്കും 3⁵5 ആയിരിക്കും. 3⁵5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും 3⁵5 3⁵5 എന്ന് പറഞ്ഞാൽ 3 9 27 81 81 × 3 എന്ന് പറഞ്ഞാൽ 243 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് 10 സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഇതിന്റെ മിനിമം വാല്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇതിലൊന്ന് നമുക്ക് അറിയുന്ന ഫോമിലേക്ക് ഒന്ന് മാറ്റി എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു ഈ 10 സൈൻ തീറ്റ നമ്മൾ എന്ത് ചെയ്യണം 5 × 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതി. അതായത് 10ന് പകരം 5 × 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതി പ്ലസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഇനി നമ്മൾ മാറ്റി എഴുതാൻ പോകണം. നമുക്കറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ 2 തീറ്റയാണ്. ഫസ്റ്റത്തെ ടൈം എന്തായി മാറി 5 സൈൻ 2 തീറ്റ പ്ലസ് അടുത്ത എന്താണ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് 2 തീറ്റ. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി 5 സൈൻ 2 തീറ്റ പ്ലസ് 4 പ്ലസ് കോസ് 2 തീറ്റ ആയി മാറി. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ വരെ ഡിസ്കസ് ചെയ്തു എന്താണ് എ സൈൻ തീറ്റ പ്ലസ് ഓർ മൈനസ് ബി കോസ് തീറ്റ. ഇതിന്റെ മാക്സിമം നെഗറ്റീവ് വാല്യൂ എന്താ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഇതാ ഫോമിലാണല്ലേ 5 തീറ്റയ്ക്ക് പകരം 2 തീറ്റ ഒന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് എ എന്ന് പറഞ്ഞാൽ 5 ആണ്, ബി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ 1 ആണ്. 1 × കോസ് 2 തീറ്റ എന്നല്ലേ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത് മിനിമം വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ മൈനസ് ആണ് അല്ലേ. മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ എത്രയാണ് 25 പ്ലസ് ബി സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ എത്ര കിട്ടും മൈനസ് റൂട്ട് 26 കിട്ടും അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് 4 6 സ്ക്വയർ തീറ്റ പ്ലസ് 25 കൊസീക് സ്ക്വയർ തീറ്റ. ഇതിന്റെ മിനിമം വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിന്റെ മിനിമം വാല്യൂ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ 6 സ്ക്വയർ തീറ്റ പ്ലസ് ബി കൊസീക് സ്ക്വയർ തീറ്റ. ഈ ഒരു ടൈമിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കും. മിനിമം വാല്യൂ എന്തായിരിക്കും റൂട്ട് ഓഫ് എ പ്ലസ് റൂട്ട് ഓഫ് ബി ഹോൾ സ്ക്വയർ. ഇതായിരിക്കും നമുക്കിവിടെ എന്താ വേണ്ടത് മിനിമം വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ മിനിമം വാല്യൂ ആണ് എന്ത് ചെയ്യണം എ എന്ന് പറഞ്ഞാൽ ഇവിടെ 4 കിട്ടും, ബി എന്ന് പറഞ്ഞാൽ 25 കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് എ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും 2 കിട്ടും പ്ലസ് റൂട്ട് ഓഫ് 25 എത്രയാണ് 5 കിട്ടും. അതിന്റെ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ 2 + 5 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. ഓപ്ഷൻ ടി ആണ് ആൻസർ. ഇനി അടുത്തത് എന്താ ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് സൈൻ റേസ് ടു 7 തീറ്റ ഇൻറ്റു കോസ് റേസ് ടു 7 തീറ്റ. ഇതിന്റെ മിനിമം വാല്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ റേസ് ടു n തീറ്റ ഇൻറ്റു കോസ് റേസ് ടു n തീറ്റ. ഇതിന്റെ മാക്സിമം വാല്യൂ എന്താ 1/2 റേസ് ടു n ആണ്. മിനിമം വാല്യൂ 0 ആണ്. എപ്പോൾ n = ഈവൻ ആണെങ്കിൽ. ഇനിയോ -1/2 റേസ് ടു n ആണ്. എപ്പോൾ n = ഓഡ് ആണെങ്കിൽ. ഇവിടെ എന്താണ് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും സൈൻ റേസ് ടു n തീറ്റ ഇൻറ്റു കോസ് റേസ് ടു n തീറ്റ. n എന്താണ് 7 ആണ്. അപ്പോൾ n ഇവിടെ എന്താണ് n = ഓഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ കണ്ടത് മിനിമം വാല്യൂ ആണ് കണ്ടത്. അപ്പോൾ n ഓഡ് ആണെങ്കിൽ മിനിമം വാല്യൂ എന്തായിരിക്കും -1/2 റേസ് ടു n ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മിനിമം വാല്യൂ ആണ് എന്ത് ചെയ്താൽ മതി -1/2 റേസ് ടു n. n എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 7. അപ്പോൾ എന്ത് കിട്ടും -1/2 റേസ് ടു n 2 റേസ് ടു 7 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും
128 കിട്ടും. അപ്പോൾ -1/128 ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, മിനിമം മാക്സിമം അങ്ങോട്ട് കൺഫ്യൂഷൻ ആയി പോയത്. ഇവിടെ ഇപ്പോൾ മിനിമത്തിന് പകരം മാക്സിമം ആണ് ചോദിച്ചെങ്കിൽ എന്ത് വരും? 1/128 വരും. അപ്പോൾ അങ്ങോട്ട് ഇവിടെ കൺഫ്യൂഷൻ ആവാതെ എഴുതുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ തിയറി ഒന്ന് ശരിക്കും നോക്കുക. അതിലെന്ത് ചെയ്യണം? ആ ഒരു മോഡലിലേക്ക് വന്നാൽ പെട്ടെന്ന് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ഇനി ആ മോഡലിലല്ല നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ മോഡലിലേക്ക് എത്തിച്ചതിന് ശേഷം മാക്സിമം മിനിമം വാല്യൂ ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള മാക്സിമം മിനിമം വാല്യൂകൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതും ഈ TCS എക്സാം കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇതുവരെ മാക്സിമം മിനിമം വാല്യൂ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഇനി ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇതിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ചെറിയൊരു ടോപ്പിക്ക്, ഈ ഒരു 5-8 തിയറീസ് മാത്രം ഒന്ന് എഴുതിയെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. അധികം കാണാതെ പഠിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.